ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +2 മാത്സിൻ്റെ 3rd ചാപ്റ്ററായ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മാർച്ച് 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് 3 1 -1 2 ഷോ ദാറ്റ് a² - 5a + 7i = 0. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണ്? a² വേണം, 5a വേണം, 7i വേണം. അപ്പോൾ a² എന്ന് പറയുന്നത് a × a ആണ്. അപ്പോൾ എനെ നമ്മൾ വീണ്ടും a കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്കൊരു മെട്രിക്സ് കിട്ടും. പിന്നെ 5a, അതായത് 5നെ നമ്മൾ മെട്രിക്സിലത്തെ ഓരോ എലമെന്റിനെയും നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 5a കിട്ടും. പിന്നെ 7i എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ് ഉണ്ടല്ലോ 1 0 0 1, ഇതൊരു 2/2 മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 7 0 0 7. ഇനി നമുക്ക് a² - 5a + 7i എന്താണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 മെട്രിക്സ് കിട്ടും. ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ സെയിം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Express A as the sum of symmetric and skew symmetric matrix. ഇവിടെ A എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് സിമെട്രിക്കിന്റെയും സ്ക്യൂ സിമെട്രിക്കിന്റെയും സം ആയിട്ട് എഴുതണം. ഈ ഒരു ക്വസ്റ്റ്യൻ അത്രയും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് മെട്രിക്സ് നമുക്ക് പല പല മെട്രിക്സ് ആയിരിക്കും തരിക. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോകുന്നത് നല്ലതായിരിക്കും. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ മാർക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന എ എന്ന് പറഞ്ഞ മെട്രിക്സ്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതേണ്ടത് ഒരു മെട്രിക്സിനെ സിമെട്രിക്കിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ടാണ്. അപ്പൊ സിമെട്രിക് ആയിട്ട് നമുക്ക് പി എന്ന് പറഞ്ഞ മെട്രിക്സ് എടുക്കാം, സ്ക്യൂ സിമെട്രിക് ആയിട്ട് ക്യൂ എടുക്കാം. ഇതിൽ പി എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താണ്? ഹാഫ് ഇൻറ്റു a + a ട്രാൻസ്പോസ്. അതുപോലെ ക്യൂ എന്ന് പറഞ്ഞ മെട്രിക്സിന് നമുക്ക് ഹാഫ് ഇൻറ്റു a - a ട്രാൻസ്പോസ്. അപ്പൊ നമ്മൾ ആദ്യം a ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. പിന്നെ a + a ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് അതിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ p കിട്ടും. അതുപോലെ നമ്മൾ ക്യൂ കിട്ടണം. പിന്നെ p ഒരു സിമെട്രിക് ആണെന്നും q ഒരു സ്ക്യൂ സിമെട്രിക് ആണെന്നും പ്രൂവ് ചെയ്യണം. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അപ്പം എല്ലാം നിങ്ങൾക്ക് അറിയുന്നു വിചാരിക്കുന്നു. പിന്നെ നമുക്ക് a ട്രാൻസ്പോസ് എന്താന്ന് നോക്കാം. എ ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലേ. എ ട്രാൻസ്പോസ് വളരെ ഈസിയാണ്. നമ്മൾ അതിന്റെ റോയും കോളും ഇന്റർചേഞ്ച് ചെയ്തിട്ട് എഴുതിയാൽ മതി അല്ലേ. ഫസ്റ്റ് റോനെ നമ്മൾ ഫസ്റ്റ് കോളായിട്ട് എഴുതുക. അപ്പൊ 2 - 2 - 4 ആണ് നമ്മുടെ ഫസ്റ്റ് റോ. നമ്മൾ ഫസ്റ്റ് കോളായിട്ട് എഴുതി. ഇനി സെക്കൻഡ് റോ എന്തായിരുന്നു? -1 3 4, അത് സെക്കൻഡ് കോളായിട്ട് എഴുതി. ഇനി ലാസ്റ്റ് റോ നമ്മൾ ലാസ്റ്റ് കോളായിട്ട് എഴുതി. അപ്പൊ ഇതൊരു 3/3 മെട്രിക്സ് ആയിരുന്നേ. നമ്മൾ ഇതിന് മുന്നൊക്കെ കണ്ടത് ഒരു 2/2 ആയിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സിമെട്രിക് പി കണ്ടുപിടിക്കാം അല്ലെ. ആദ്യം നമുക്ക് പി കണ്ടുപിടിക്കാം. പി എന്താണെന്ന് പറഞ്ഞത്? പി = ഹാഫ് ഇൻറ്റു a + a ട്രാൻസ്പോസ്. അപ്പൊ എയും a ട്രാൻസ്പോസ് ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് പറയുന്നത്. അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റ് നമുക്ക് ആഡ് ചെയ്യാം അല്ലെ. ഇവിടെ 2 + 2 4. 4 / 2 എന്താ? 2. ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാണ്, കാരണം ഈ മോഡൽ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തതാണ്. ഇനി -2 - 1, അപ്പൊ -3. അപ്പോൾ -3/2. ചിലപ്പോൾ നമുക്ക് ഇതുപോലെ ഫ്രാക്ഷൻ ഒക്കെ വരും, അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം. പിന്നെ -4 + 1, അതും -3 ആണ്. അപ്പോൾ -3/2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് ഒപ്പം. അതുപോലെ തന്നെ അടുത്ത എലമെന്റ് എടുക്കുക. -2 - 1, അപ്പോൾ -3. അപ്പോൾ -3/2. നമ്മളൊപ്പം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 3 + 3 6. 6 / 2 3. ഇനി -2 + 4, അപ്പോൾ 2. അപ്പോൾ 2 / 2 എന്ന് പറയുന്നത് എന്താ? 1 ആണ്. ഇനി -4 + 1, അപ്പോൾ -3. അപ്പോൾ -3/2. ഇനി 4 + -2, അപ്പോൾ 2. 2 / 2 1. ഇനി -3 + -3 -6. -6 / 2 -3. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് കിട്ടിയ? പി കിട്ടിയത്. ഇനി പി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതൊരു സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണ്ടേ അല്ലേ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇതിന്റെ ട്രാൻസ്പോസ് ഒന്ന് എഴുതി നോക്കുക. പി ട്രാൻസ്പോസ് നോക്കിയേ. ഫസ്റ്റ് റോ ഞാൻ എടുത്തു. 2 -3/2 -3/2 ഫസ്റ്റ് കോളായിട്ട് എഴുതി. ഇനി സെക്കൻഡ് റോ എന്താണ്? -3/2 3 1. ഇനി തേർഡ് റോ എടുത്തു. -3/2 1 -3. ഇനി നോക്കിയേ, ഈ പിയും പി ട്രാൻസ്പോസും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. രണ്ടും സെയിം തന്നെയല്ലേ. ഏതെങ്കിലും എലമെന്റിന് വ്യത്യാസം ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ പി = പി ട്രാൻസ്പോസ് എന്ന് കിട്ടി. Therefore P is a എന്താണ്?
സിമെട്രിക് അല്ലെ, പി ഈസ് എ സിമെട്രിക് മെട്രിക്സ്. അപ്പൊ ആ ഒരു പോർഷൻ നമ്മളിവിടെ പ്രൂവ് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ക്യൂ ആണ് അല്ലെ. ക്യൂ നമ്മൾ ഇതുപോലെ കണ്ടുപിടിക്കുക. ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. നമ്മൾ എയും എ ട്രാൻസ്പോസും മൈനസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഇതുപോലെ തന്നെ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഞാനത് ഡയറക്റ്റ് എഴുതാൻ പോവുകയാണെ, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ക്യൂ എന്താന്നുള്ളത് ഞാനിവിടെ ഡയറക്റ്റ് എഴുതുകയാണെ. എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. നമ്മൾ ഇതുപോലെ മൈനസ് ചെയ്തിട്ട്, നേരത്തെ നമ്മൾ പ്ലസ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. ഇവിടെ ഇത് മൈനസ് ചെയ്യുക, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 മൈനസ് 1/2 മൈനസ് 5/2. അടുത്ത റോയിൽ നമുക്ക് കിട്ടും 1/2 0 3. അടുത്തത് നമുക്ക് കിട്ടുന്നത് 5/2 മൈനസ് 3 0. ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എയും എ ട്രാൻസ്പോസും മൈനസ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഈസി ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ചെയ്ത് കേട്ടോ. നമുക്ക് ഇതിന്റെ ട്രാൻസ്പോസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നോക്കിയേ, ഫസ്റ്റ് റോ എന്തായിരുന്നു? 0. അടുത്തത് മൈനസ് 1/2. അടുത്തത് മൈനസ് 5/2. ഇനി നമുക്ക് സെക്കൻഡ് റോ എഴുതാം, സെക്കൻഡ് കോളായിട്ട് 1/2 0 3. ഇനി തേർഡ് റോ എഴുതാം 5/2 മൈനസ് 3 0. ഞാൻ തേർഡ് കോളായിട്ട് എഴുതി. ഇനി തമ്മിലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയേ. 0 പിന്നെ നമുക്ക് സൈൻ നോക്കേണ്ട ആവശ്യമില്ല. ബാക്കി ഇത് രണ്ടോ, ഈ 2 എലമെന്റിനും ഇവിടെ പോസിറ്റീവ് ആണ്. ഇത് ഇവിടെ പോസിറ്റീവ് ആയിരുന്നു, ഇവിടെ നെഗറ്റീവ് ആണ്. ഈ -3 ഇവിടെ +3 ആണ്. ഇവിടെ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവും ആണ്. ഇത് ഇവിടെ നെഗറ്റീവും, ഇത് പോസിറ്റീവാണ്. അപ്പൊ നമുക്ക് ഇതാണ് ക്യൂ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. എന്താണ്? ക്യൂ അല്ല, മൈനസ് ക്യൂ ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore ക്യൂ ഈസ് എ സ്ക്യൂ സിമെട്രിക് അല്ലെ. ക്യൂ ഒരു സ്ക്യൂ സിമെട്രിക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റി. നോക്കിയേ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. പി പ്ലസ് ക്യൂ നമ്മളൊന്ന് ആഡ് ചെയ്യാണ്. അപ്പൊ നമുക്ക് തിരിച്ച് എ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. പി നമ്മുടെ എന്തായിരുന്നു? പി എന്ന് പറയുന്നത് 2 മൈനസ് 3/2 മൈനസ് 3/2. അപ്പോൾ ഇവിടെ മൈനസ് 3/2 3 1. അതുപോലെ ലാസ്റ്റ് റോ എന്ന് പറയുന്നത് മൈനസ് 3/2 1 മൈനസ് 3. ഇനി നമ്മുടെ ക്യൂ ഇപ്പം അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. 0 മൈനസ് 1/2 മൈനസ് 5/2. ഇവിടെ 1/2 0 3 5/2 മൈനസ് 3 0. ഇതിൽ കുറച്ച് ഫ്രാക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. ഇനി കറസ്പോണ്ടിങ് എലമെന്റ് ആഡ് ചെയ്ത് നോക്കിയേ. 2 + 0 എന്താണ്? 2. ഇനി -3/2 പ്ലസ് -1/2, അപ്പൊ -4/2 വരും. -4/2 എന്ന് പറയുന്നത് എന്താണ്? -2 ആണ് അല്ലെ. ഇനി -3/2 പ്ലസ് -5/2, അപ്പൊ -8/2 വരും. അതെന്ന് പറയുന്നത് എന്താണ്? -4. ഇനി സെക്കൻഡ് റോ നോക്കാം. -3/2 പ്ലസ് 1/2, അപ്പൊ -2/2, അപ്പൊ -1 ആണത്. ഇനി 3 + 0 3 + 0 3. അതുപോലെ 1 + 3 1 + 3 എത്രയാണ്? 4. ഇനി -3/2 പ്ലസ് 5/2 നമ്മുടെ തേർഡ് റോ എത്തിയിട്ടോ. അപ്പൊ നമുക്ക് 2/2 2/2 എന്ന് പറയുന്നത് എന്താണ്? 1. ഇനി 1 പ്ലസ് -3 എത്രയാ? -2. ഇനി ലാസ്റ്റ് എലമെന്റ് -3 + 0 -3. ഇനി നമ്മുടെ എ അല്ലേ ഇത് നമുക്ക് കിട്ടിയത്. നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി നോക്കിയേ. ഇതെന്ന് പറയുന്നത് നമ്മുടെ കണ്ടോ എ തന്നെയാണ്. 2 - 2 -4 -1 3 4 1 -2 -3. കണ്ടോ? അപ്പൊ നമുക്ക് എന്ത് തന്നെ കിട്ടി? ഇത് എ ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? എനെ നമ്മൾ ഒരു സിമെട്രിക്കിന്റെയും ഒരു സ്ക്യൂ സിമെട്രിക്കിന്റെയും സമ്മായിട്ട് എഴുതി. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതിലെ മെട്രിക്സ് നമുക്ക് പല പല മെട്രിക്സ് ആയിട്ട് തരും, പക്ഷെ ചെയ്യേണ്ട മെത്തേഡ് എല്ലാം സെയിം ആണ്. അതുകൊണ്ട് നിങ്ങളിത് ഓർത്ത് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം? ഇതെന്തായാലും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്.